നാളെ വരുന്നൊക്കെ പറഞ്ഞു. സത്യമാണോ? എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് ഒക്കെ? എല്ലാരും ഇഷ്ടപ്പെട്ട് ഭയങ്കര പ്രോസസ്സിംഗ് ആണ്. ഞാൻ റിലീസ് ആവുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിലീസ് ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ മോസ്റ്റ്ലി പടം കാണാൻ വേണ്ടി ഞാൻ പടം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു അഖിൽചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു ലൈഫ് ചേഞ്ച് ആവും, ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, വേറൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ അഖിൽചേട്ടൻ തന്നെ ഒരു ഇമോഷണൽ ആയിരിക്കുക. അഖിൽചേട്ടൻ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സോ അതും കാണുമ്പോൾ ഇതും കാണുമ്പോൾ ഒരു പേര് സംഭവമായ ഹൗസ്ഫുൾ അങ്ങനെ കാണുമ്പോൾ ഒരു ജീവിതത്തിൽ ഈ ഒരു നിമിഷം സ്വപ്നം കണ്ടിരുന്നോ? സ്വപ്നത്തെക്കാട്ടിൽ കൂടുതലുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബിയോണ്ട് നമ്മളൊരു ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സീരിയസ്ലി ഇങ്ങനെ നടക്കും. പക്ഷെ ഇറ്റ്സ് റിയൽ, ജെന്യുവൻലി റിയൽ. റിലീസിന് മുന്നേ നിവിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടത്തിലൊരു ക്യൂട്ട് എലമെന്റ് ഉണ്ടാവുന്നല്ലോ. ആ എലമെന്റ് അങ്ങനെ വിശ്വസിച്ച് ആൾക്കാർ ഇങ്ങനെ ക്യൂട്ടായിട്ട് സ്വീകരിക്കും എന്നുള്ളത്. ഐ മീൻ ആക്ച്വലി ഞാൻ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ക്യൂട്ട് എലമെന്റ് മീൻസ് ലൈക്ക് പടത്തിനെ പറ്റി ഓവറോൾ ഒരു ക്യൂട്ട് പടാണെന്ന് പറഞ്ഞാണ് ഞാൻ വിചാരിച്ചത്. എല്ലാരും അങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എവറിബഡി ഈസ് ലൈക്ക് ഇതാണോ ക്യൂട്ട് എലമെന്റ്. സോ അങ്ങനെ റിസീവ് ചെയ്യുന്നത് ഇറ്റ്സ് നൈസ്. ലൈക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഐ ആം ഹാപ്പി. ഇതുവരെയുള്ള ഇതിൽ വന്നതിൽ ഇൻബോക്സിൽ വന്ന മെസ്സേജ് ഒക്കെ വായിക്കാറ് തുടങ്ങി അപ്പോൾ റിലീസിന് ശേഷമുള്ള? യെസ് മെസ്സേജ് വായിക്കാറുണ്ട്. മാക്സിമം വായിക്കാൻ പറ്റുന്നുള്ള എല്ലാം വായിക്കാറുണ്ട്. ഒരു നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒരു ചേച്ചിയാണെങ്കിൽ 3 പ്രാവശ്യം എന്നെ മെസ്സേജ് അയച്ചു. 3 പ്രാവശ്യം കണ്ടിട്ട് ഓരോ പ്രാവശ്യം എന്തോ നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആവുന്ന പോലെ മെസ്സേജ് ചെയ്തത്. ബിക്കോസ് ഡെലുലു എന്ന ക്യാരക്ടർ അത്രയും കണക്ട് ആയി. ഐ തിങ്ക് വി ആർ ഫ്രണ്ട്സ് ഇൻ എ ഡിഫറെൻറ്റ് യൂണിവേഴ്സ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷി വാസ് ലൈക്ക് എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു സിസ്റ്റർ എൻ്റെ വീട്ടിലെ ഒരു സിസ്റ്ററോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ജയിച്ചു എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ മെസ്സേജ് ചെയ്തു. സോ ഇപ്പോൾ നമ്മളൊന്നും ഒട്ടും അറിയാത്ത ഒരാൾ അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവ് അത്രയും ജെന്യുവനായിട്ടാണ് സപ്പോർട്ട് കിട്ടുന്നത്. സോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് വളരെ വളരെ ഒരു റെയർ മൊമെന്റ്സ്. വെരി ഗ്രേറ്റ്ഫുൾ ആണ് അങ്ങനത്തെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ. ഈ ബോയ് നെക്സ്റ്റ് ഡോർ, ഗേൾസ് നെക്സ്റ്റ് ഡോർ പറഞ്ഞ പോലെ ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ എന്നുള്ള വിളിക്കാറുണ്ട്. ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ ആക്ച്വലി നമ്മൾ നിവിൻ ചേട്ടന് ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് എപ്പോഴും വിളിക്കും. അപ്പോൾ നമ്മൾ ക്യാപ്ഷൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അഖിൽ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഗോസ്റ്റ് നെക്സ്റ്റ് ഡോർ ഇട്ടാലോ. അപ്പോൾ അഖിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട്. അപ്പോൾ അതിപ്പോൾ നൗ ട്രെൻഡായി. സെലിബ്രിറ്റി ആയിട്ടുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? കുറേ നല്ല റെസ്പോൺസസ് കിട്ടി. ബേസിലേട്ടൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നോ? ബേസിലേട്ടൻ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ വിളിച്ചെന്നല്ലേ? ബേസിലേട്ടൻ നല്ലതായിട്ട് റെസ്പോൺസ്. ബേസിലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേസിലേട്ടൻ പറഞ്ഞു നല്ലതായിട്ട് ഹ്യൂമറൊക്കെ വർക്കായി എന്ന് പറഞ്ഞു. ആൻഡ് യൂഷ്വലി നല്ല കോമഡിയൊക്കെ അടിച്ച് എപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര ജെന്യുവനായിട്ട് എൻ്റെ പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു. പേളിമാണി നല്ല പടം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചേച്ചി? പേളി ചേച്ചിയും പറഞ്ഞു. പേളി ചേച്ചിക്ക് നല്ല കണക്ട് ആയതുപോലെ തോന്നി. ഭയങ്കരമായിട്ട് എന്താ പറയാ അല്ല പേളി ചേച്ചിയുടെ യങ്ങർ സെൽഫിനെ കാണുന്ന പോലെ തോന്നി. അത് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പണ്ട് 21 വയസ്സായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ആൾക്കാർക്ക് പെരുമാറുന്നത്, ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുന്ന പോലെ തോന്നി. സോ എനിക്കത് കേട്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേളി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പേളി ചേച്ചി സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എനർജറ്റിക് ആണ്. സോ എനിക്ക് എപ്പോഴും പേളി ചേച്ചി എടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പേളി ചേച്ചി ഇടുന്ന വീഡിയോസൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല ലൈഫ് ചേഞ്ചിങ് ആയിട്ട് ചില മൂമെൻറ്റ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങളൊക്കെ ഷീസ് വെരി ജെന്യുവൻ. സോ ഭയങ്കര ജെന്യുവനായിട്ടാണ് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത്. ഭയങ്കര ജെന്യുവനായിട്ടാണ് പടം ഇഷ്ടപ്പെട്ടത്. ആ ഒരു ജെന്യുവൻ റെസ്പോൺസ് കിട്ടിയപ്പോൾ അപ്പോഴും എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് പാട്ടൊക്കെ ചേച്ചി അങ്ങനത്തെ സോ ഇങ്ങനത്തെ റെസ്പോൺസാണ് കിട്ടുന്നത്. ഈ കൂടുതലൊക്കെ തിരക്കിലേക്ക് പോകണം. ഈ സോഷ്യൽ മീഡിയയിൽ ഈ കണ്ടന്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഐ മീൻ അഫ്കോഴ്സ് കണ്ടന്റ് ക്രിയേഷൻ ഞാനൊരു പാഷനായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടത്തോടെ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ ചെയ്യും. എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സോ അപ്പോഴൊക്കെ ഞാൻ ചെയ്യും. ട്രാൻസ്ലേഷനൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അതെ ഞാൻ സംഭവം
താങ്ക് യു സോ മച്ച്. ഈ സോഷ്യൽ മീഡിയയിലെ ഈ റീൽസ് കണ്ടിട്ടാണോ സിനിമയിലേക്ക് സെലക്ട് ആയത്? ആക്ച്വലി ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ റെഡ് എഫിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അവർ റീലിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നു, ഇതേപോലെ ഇരുന്ന് സംസാരിക്കുന്നത് അഖിൽ ചേട്ടൻ കണ്ടു. അത് കണ്ടിട്ടാണ് എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് റിയൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ നമ്മൾ സംസാരിച്ചു, കണക്റ്റായി, നല്ലൊരു വൈബ് കണക്ഷൻ ഫീൽ ചെയ്തു. ആൻഡ് അഖിൽ ചേട്ടൻ അപ്പോഴേ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങി. ഐ ട്രസ്റ്റ് യു വിത്ത് ദിസ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും എന്നെ ഒരാൾ ട്രസ്റ്റ് ചെയ്യാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നല്ലതായിട്ട് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ഇത്രയും കോൺഫിഡൻസ് കാണിച്ചത്. സോ ഐ വാസ് ആ ഒരു കോൺഫിഡൻസ് ട്രസ്റ്റ് കാരണമാണ് എനിക്ക് ഇത്രയും ജെന്യുവനായിട്ട് ചെയ്യാനും പറ്റുന്നത്, ഇത്രയും ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റുന്നത്. അങ്ങനെയായിരുന്നു ചേട്ടൻ. പടം ഇറങ്ങിയ ശേഷം പ്രേതത്തിനെ വല്ലതും കണ്ടില്ലല്ലോ? പടം ഇറങ്ങിയത് ഇല്ല. പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രേതത്തിനെ പറ്റി പേടിക്കുന്ന കാര്യം മറന്നുപോയി. സോ ദാറ്റ്സ് നൈസ്. എനിക്ക് അങ്ങനെ ജനറലി പ്രേതപേടിയുണ്ട് ചെറുതായിട്ട്. പ്രേതത്തിന് പ്രപ്പോസൽസ് ഒക്കെ വന്നു തുടങ്ങിയ അതായത് ഇൻബോക്സിൽ മൊത്തം അങ്ങനെ ആവുമല്ലോ നോർമലി. അങ്ങനെ ക്രഷിന്റെ എണ്ണം കൂടി, റീൽസ് ട്രെൻഡിങ് ആയി. ചെറുതായിട്ടായി. ഇവരയച്ച മെസ്സേജ് ഉണ്ടല്ലോ? അല്ല, ഞാൻ അയച്ചിട്ടില്ല. ഇന്നലെ തിയേറ്ററിൽ വന്നവരൊക്കെ കൈയൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. ഇത് റിയൽ ആണ്. പിള്ളേര് കൊച്ചു പിള്ളേരാണെങ്കിൽ കൈ തൊട്ട് നോക്കും. ചേച്ചി റിയലാണോ? അത് പണ്ട് എൻ്റെ സിസ്റ്റേഴ്സൊക്കെ, എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് കുട്ടീസ്, അവരെന്നെ 3 വയസ്സായപ്പോഴായിരിക്കും കണ്ടത് ശരിക്കും. പക്ഷെ ഇപ്പം അവർ പടം കണ്ടിട്ട് അവർ പറയാണ്, റിയ ആർ യു അലൈവ്? UK റിയ ആർ യു റിയലി അലൈവ്? ആർ യു ബ്രീത്തിങ്? അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ യെസ് ഡൂഡ് ഐ യുവർ സിസ്റ്റർ എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവർ ഭയങ്കര ഹാപ്പി. എൻ്റെ ഒരു സിസ്റ്ററാണെങ്കിൽ ലയണിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എന്നെ പേടിക്കുന്ന പ്രേതമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പേടിക്കുന്ന പോലെ അഭിനയിക്കും. സോ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഈ പിള്ളേർക്കാണെങ്കിൽ അവർക്ക് ഒരു ഫാൻറ്റസി എലമെൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക് നല്ല കണക്ട് ചെയ്തത് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആസ് എ കിഡ് എനിക്കിങ്ങനെ ഓക്കെ താങ്ക് യു പ്രേതം.